KNSS യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ 80 വയസ്സുകാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ TG നന്ദകുമാറിനെതിരെ പോലീസ് കേസെടുത്തു. വെണ്ണല സ്വദേശി ഭരതപ്പണിക്കർ നൽകിയ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. പരിക്കേറ്റ ഭരതപ്പണിക്കർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീകുമാറിനെയും ട്രഷററായിരുന്ന പത്മനാഭൻ നായരെയും കക്ഷി ചേർത്തുകൊണ്ട് ഈ ശ്രീകുമാരി നന്ദകുമാർ എന്ന് പറഞ്ഞ ഇടനിലക്കാരനായ നന്ദകുമാർ ഒരു കേസ് കോടതിയിൽ കൊടുത്തിരുന്നു. അതിൻ്റെ വിധി കഴിഞ്ഞ ദിവസം വന്നു. അദ്ദേഹത്തിന് അനുകൂലമല്ലാത്ത രീതിയിലും ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിലുമാണ് വിധി വന്നത്. അതിൻ്റെ പേരിലാണ് ഞങ്ങളെ ഉപദ്രവിച്ചത്. ഇപ്പം നിലവിലുണ്ടായിരുന്ന അഡ്വ കമ്മിറ്റി ചെയർമാൻ അവിടെ ചെയറിലിരുന്ന് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൻ്റെ അവകാശമില്ല, ഇത് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് താലൂക്ക് യൂണിയൻ സെക്രട്ടറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായപ്പോൾ ഈ ഇലക്ടറലായിട്ട് റോളർ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഇടനിലക്കാരൻ TG നന്ദകുമാർ എന്ന് പറഞ്ഞ ആൾ എന്നെ ഉപദ്രവിക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് അശ്വിൻ പാലാഴയാണ്. അശ്വിൻ, വെണ്ണല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്നലെയായിരുന്നു. ഇതിലുണ്ടാകുന്ന തർക്കം, അതിനുശേഷം പ്രായമായ വ്യക്തിക്ക് മർദ്ദനമേൽക്കുന്നു, അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. ഇതിൽ നന്ദകുമാറിന്റെ പ്രതികരണം ലഭ്യമാണോ ഇപ്പോൾ? കൃഷ്ണ, എന്തായാലും സംഭവത്തിൽ പ്രതികരിക്കാൻ നന്ദകുമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 2 പാനലുകളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. അതിൽ ഒന്ന് TG നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള പാനലായിരുന്നു. അവരുടെ 11 പേർ വിജയിക്കുകയും ഒപ്പം ഈ ഭരതപ്പണിക്കരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാനലിൽ നിന്ന് 4 പേരാണ് വിജയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഭാരവാഹിത്വം സംബന്ധിച്ചൊരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിലാണ് ഈ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭരതപ്പണിക്കരെ TG നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചു എന്നുള്ള പരാതി വരുന്നത്. നെഞ്ചിലും മുഖത്തുമൊക്കെയായി ഭരതപ്പണിക്കരെ മർദ്ദിച്ചിട്ടുണ്ട്. അതിന്റെ പരിക്കുകൾ അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ എടപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ തേടിയിട്ടുണ്ട്. നന്ദകുമാറിനൊപ്പം MP മുരളീധരൻ, മധുസൂദനൻ എന്നീ 2 പേരെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 1-ാം പ്രതിയാണ് TG നന്ദകുമാർ. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇവർ തമ്മിലുള്ള മുൻവൈരാഗ്യമടക്കം പോലീസ് പരിശോധിക്കുകയുമാണ്. എന്തായാലും കേസ് എടുത്തു എന്നുള്ളതാണ്, TG നന്ദകുമാറിന് 1-ാം പ്രതിയാക്കി കേസെടുത്തു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും പുതിയ വിവരം. ശരി, വിശദാംശങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന്.